നല്ല രസമുണ്ട് അച്ഛാ. കൊണ്ടുപോയിനാ ഒന്നും അറിയില്ല. സ്വന്തമായിട്ട് പണിയെടുക്കാൻ തുടങ്ങിയില്ലേ? സാധനം കിട്ടിക്കൊണ്ട് പോക്കാണ്. നമ്മൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ ആക്കിയിട്ട് അമ്മയ്ക്ക് നടക്കാൻ. അപ്പൊ നല്ല പഴഞ്ചക്ക കിട്ടിയിട്ടുണ്ടേ. പഴഞ്ചക്കനൊക്കെ എനിക്കിഷ്ടം വരിക്കാന്നട്ടാ. അപ്പോൾ പഴുത്ത ചക്കക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ടേ. വെച്ചാൽ വേണ്ട കേട്ടാ, ഇതുപോലെ പഴുത്താലേ വേണ്ടു. അപ്പൊ ഇത് നമ്മളെ പ്ലാവിൽ തന്നെ പഴുത്തിയാ നമ്മ രാവിലെ തന്നെ കൊണ്ടു തന്നു പഴുത്ത ചക്ക. അതെ, അത് മോന് വലിയ ഇഷ്ടമാണ്. വെച്ചാലൊന്നും തിന്നൂല. ഒരു പച്ചച്ചോള കൊടുത്താലും ഒരു പഴുത്ത ചോള കൊടുത്താലും അവൻ തിന്നോളൂ. അവിടെ എടുത്ത് വെച്ചതാന്ന് അത് ഞാൻ. അതെ, നമ്മള് റിഷൂട്ടനും ചക്കക്കുരു. അതെ, ഇതന്നെ ആയിരിക്കും. റിഷൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് ചോള. അപ്പൊ ഓനിപ്പോ ഉറങ്ങുന്നുണ്ട്, രസം കളിക്കല്ലേനു. അപ്പോൾ മഴയാന്നേ, ഇന്നലെ നല്ല മഴയാന്ന്. ഇന്നിപ്പോ കുറച്ച് വിട്ടിട്ടുണ്ട്. നമ്മള് ശരിക്കും ഞായറാഴ്ച അല്ല ഇന്നൊരു. അതെ, കൊട്ടിയൂർഭാഗത്തെല്ലാം പോകാനുള്ള തിരക്കാന്നാ പറയുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. അതെ, അപ്പൊ ഇന്ന് രാവിലെ തന്നെ വെച്ചാൽ ഒരു ഗസ്റ്റും ഉണ്ട് തന്നെ. ഒന്നും പറയാ, പ്രതീക്ഷിക്കാത്ത ഗസ്റ്റാന്ന്. നമ്മള് ഇന്ന് ഞായറാഴ്ച അല്ലേ, അപ്പൊ ഞാൻ എണീക്കുമ്പോ വിജോട്ടെ പറഞ്ഞ് കുറച്ച് സമയം കൂടി കടന്നിട്ട് എണീച്ചോ, ഞായറാഴ്ച അല്ലേ. അതുകൊണ്ടാന്നല്ലേ എണീച്ച് നമ്മള് വരുമ്പോ ഉണ്ട് ഒരു ഗസ്റ്റ് വന്നിന്. ഗസ്റ്റ് വെച്ചാല് നമ്മളെ തായ്ലാൻഡ് കഴിഞ്ഞ ഒരു കൊല്ലായല്ലേ ചേട്ടാ? ഒരു കൊല്ലായി നമ്മൾ തായ്ലാൻഡിൽ പോയിട്ട് അന്നേരം നമ്മളെ കൂട്ടിപ്പോയ ശരത്തേട്ടനാന്ന്. ശരത്തേട്ടനും ഓരോ ചങ്ങായിമാരും കൂടി വന്നേ. ശരത്ത് തിരുവനന്തപുരത്താണ്. ശാരദി ഹോളിഡേസ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം യാത്ര പോയാലും എല്ലാ കാര്യവും കാണിച്ചത്. അപ്പൊ ശരത്ത് വന്ന്, പക്ഷെ ഇവര് ചായയും കടിയെല്ലാം അതിലോട്ട് ആക്കിയത് അടിപൊളിയായിരുന്നു. അതെ, ഞാൻ എനിക്കൊക്കെ അമ്മ അത് സെറ്റാക്കിന്. കടലക്കല്ല ഇന്നലെ ഞാൻ പോർത്ത് വെച്ചിന്. ഇന്ന് പിട്ടാക്കല്ല വെച്ചിട്ട് അങ്ങനെ മെല്ലെ ആക്കാല തിരക്കൊന്നുമില്ല വെച്ചിട്ട് അങ്ങനെ പോർത്ത് വെച്ച് കടന്നതാണ്. അപ്പൊ രാവിലെ എണീക്കുമ്പോ അമ്മ ഇതെല്ലാം ആക്കി വെച്ചിന്. വീഡിയോ എടുക്കുന്നോണ്ട് ഇവ നോക്കിക്കോട്ടെ, അവന് വെറിച്ചിട്ട് അവനിങ്ങനെ കാത്തിക്കോന്നെ. കഴിക്കറാ ചക്കാൻ്റെ ഒരു ബെറി സഹിക്കാൻ പറ്റുന്നില്ല. ഓരോ ചോള വായിലിട്ട് അതിന് വേണ്ടി കട്ടാക്കിയാണേ. അപ്പോ എനിക്കിത് പറഞ്ഞിട്ട് വേണം അത് അപ്പൊക്കെ ഉണ്ടാവോ ബാക്കി അറിയില്ല. അപ്പൊ എന്ന് പറഞ്ഞാല് ശരത്തിന്റെ കൂടെ നമ്മൾ തായ്ലാൻഡിൽ പോയിരുന്നേ. തായ്ലാൻഡിൽ പോയത് 1-2 വീഡിയോ, അതായത് ഒന്ന് പട്ടായ പോയ വീഡിയോ, അതുപോലെ തന്നെ പട്ടായ പോയ വീഡിയോ നമുക്ക് അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാ ഫ്രെയിമിലും നമുക്ക് വീഡിയോയിൽ ഇടുമ്പോൾ ഒരു ഇതുപോലെ നമ്മൾ പോയ കാഴ്ചകളും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളാണ്. അപ്പൊ നമ്മള് അത് തൽക്കാലം അന്നേരം ഇട്ടില്ല. അതിന്റെ കൂടെ തന്നെ നമ്മള് ഒരു അടിപൊളി സ്ഥലത്ത് പോയി ബാക്കോക്ക് അതിലിട്ടിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളില്ലേ, ഇപ്പൊ ശരത്തിന് വന്നോണ്ട് നമ്മളത് ഓർമ്മ വന്ന് ആ വീഡിയോ അന്നത്തെ ഇട്ടില്ലല്ലോ. നമ്മളെ കൂട്ടാണ്ട് വിജയേട്ടനും ശരത്തേട്ടനും കൂടിയിട്ട് ഒരു സ്ഥലത്ത് പോയി അതിട്ടിന് മാമ്പഴത്തിന്റെ, അതായത് ഗ്രാമത്തില്, തായ്ലാൻഡിന്റെ ഗ്രാമത്തിൽ. അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കണ്ട, ആരെങ്കിലും കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഇന്നത്തെ കമന്റ് ബോക്സ് കൊടുക്കട്ടെ. എന്ന് വെച്ചാൽ അത് കൂടാണ്ട് നമ്മളൊരു പിന്നെ സഫാരി പാർക്ക്, അതുപോലെ തന്നെ കുറെ സംഭവം സ്ഥലത്ത് അതിൽ കവിയൂർ എത്തിക്കും കൂടി പോയിട്ട് കുറച്ച് വീഡിയോകൾ എടുത്തിരുന്നു. അന്നേരം ഞാനത് പോയാരോ നമ്മള് റിഷൂട്ടന് 3 മാസേ ആയിട്ടില്ല കേട്ടാ. ഇപ്പൊ 1 വയസ്സും കഴിഞ്ഞു. ഇപ്പാണ് ആ വീഡിയോ ഇടുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് തായ്ലാൻഡിലെ സഫാരി പാർക്കും അവിടെ പോയ കുറച്ച് നല്ല കാഴ്ചകളും കാണാം. എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് തായ്ലാൻഡിലാണ്. തായ്ലാൻഡില് ബാങ്കോങ്ങില് സഫാരി പാർക്കിലാണ് ഉള്ളത്. സഫാരി പാർക്കിലേക്ക് നമ്മൾ പോകാൻ നോക്കലാണ്. അപ്പോൾ കുറേ മൃഗങ്ങളും കാര്യമായിട്ടുള്ള മനോഹരമായിട്ട് കുറേ കാഴ്ചകളുണ്ട്. പറഞ്ഞാൽ എത്തിക്കാൻ എന്നായിട്ടുള്ള മൃഗങ്ങള്, ഒറാങ്കുട്ടൻ, ടിക്കറ്റ് എടുത്തിട്ട് ശരത്ത് വന്നിട്ടുണ്ട്. എത്ര പൈസ ശരത്ത് ബ്രോ? ഇവിടെ ടിക്കറ്റിന് എത്ര പൈസ വരുമോ? ഇവിടെ വരുന്നത് നമുക്ക് ലഞ്ച് ഉൾപ്പെടെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1400 ബാത്ത് കണ്ടത്. 1400 ബാത്താണ്. ഓക്കെ, ഒരു ബാത്ത് പറഞ്ഞാൽ 2.5 രൂപ നമ്മുടെ നാട്ടില് 1000 സംതിങ് ബാത്ത് എന്ന് പറഞ്ഞേ. അപ്പൊ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോവാം. നമുക്ക് അവിടെ പോയിട്ട് എന്തെല്ലാം ഉള്ളതെന്നെല്ലാം നോക്കാം. അപ്പൊ സഫാരി പാർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ കയറി വരുന്ന വഴിയാണ് ചെറിയൊരു പീസ് മരങ്ങൾ അടുക്കി വെച്ചിട്ട് ആനനെ ഉണ്ടാക്കി കേട്ടോ. അമ്മയെല്ലാം നല്ല തൊപ്പിയെല്ലാം ഇട്ടിട്ടാ ഉള്ളത്. തുടങ്ങാനായ ഒറാങ്കുട്ടൻ ഷോ പോലും കേട്ടോ. ആദ്യം തന്നെ വാമേ ഒറാങ്കുട്ടൻ ഷോ കവി എന്നാന്നറിയില്ല. എന്നാന്ന് ഒറാങ്കുട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല. അതെയാ? പക്ഷെ ഇപ്പം തന്നെ 1 കിലോമീറ്റർ നടന്നു കേട്ടാ. എല്ലാ മോനെ ഈ സ്ഥലം കണ്ടിട്ട് ഞെട്ടും കേട്ടോ. എന്ന് വെച്ചല്ലേ ഫുൾ ഇതിൻ്റെ ഉള്ളിൽ എവിടെയാ പോയെന്ന് തിരിയുന്നില്ല കേട്ടാ. നടന്നൊരു വലിയ കാട്ടിലെത്തിട്ടാ. ചെറിയ കാടേനത് ഇപ്പം വലിയ കാടായി. ഫുൾ കാട്ടിനുള്ളിലേക്ക് കേട്ടാ.
ശരിക്കും നടന്ന് കാട്ടിനുള്ളിൽ സ്റ്റേഡിയത്തിനുള്ളിലൊക്കെ പോകുന്നുണ്ട് നമ്മള്. ഓ ഈ പരിപാടി കഴിഞ്ഞിട്ടാ, പരിപാടി കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരെ ഇത് നോക്കിയാ എൻ്റെ അമ്മ എൻ്റെ ഒരാള് എന്ന് പറഞ്ഞല്ലേ. ഒറാങ്കട്ട് ഷോക്ക് പോയിട്ട് വന്നു. ഭാവി എങ്ങനെയുണ്ട് ഒരാങ്കട്ട ഷോ? നല്ല രസമുണ്ട് അച്ഛാ. ഉറക്കത്തിലേനു ഇപ്പൊ ഷോ കണ്ടു. ഒരാളെന്ന് പറഞ്ഞാണ്ടല്ലോ. നല്ല ആളുണ്ട്. അതെ, ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഒറാങ്ങുട്ടാൻ ഷോ. അതെയാ? അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ വരുന്നത്. ഓപ്പൺ സൂ ആണ്, അതായത് തുറന്നിട്ടേക്കുന്ന സൂ ആണ്. നമ്മൾ അതിലോട്ട് പോകും അങ്ങോട്ടേക്ക്. പിന്നെ ഇവിടെ ഈ മൃഗങ്ങളെ വെച്ചിട്ടുള്ള ഷോസ് ഉണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒറാങ്ങുട്ടാൻ ഷോ, രണ്ടാമത് എലിഫന്റ് ഷോ, മൂന്നാമത്തേത് ഏറ്റവും അടിപൊളിയാണ് ഡോൾഫിൻ ഷോ. അതെ, നമുക്ക് ആ കുരങ്ങനെ പോയിട്ട് ഫോട്ടോ എടുത്താലോ? ഞാനില്ല, രണ്ടാലും തിരിച്ചറിയും, ആരാ കുരങ്ങനെല്ലാം തിരിച്ചറിയും. വാ വാ വാ. ഒരു കുപ്പി ഉണ്ടോ? തരാ തരാ. ഒറിജിനൽ അല്ലടി, ഡൂപ്പല്ലേ? അയ്യേ അല്ലല്ല. അതെയാ? എന്ന് വിചാരിച്ചാൽ തെറ്റാന്ന്. അല്ല, ഇത് ഒറിജിനൽ അല്ല. എന്നാ വേദം ഒന്ന് ഉറപ്പിക്ക്. അമ്മയിങ് വാ, അമ്മയിങ് വാ. ഇതിനെ കൊണ്ട് ഒരു കൊത്ത് കിട്ടിയാലില്ലേ തീർന്ന്. അപ്പുറം അടിയട്ടെ അവര്. കൊള്ളിയാ എടാ, അവര് തമ്മിൽ അടിയാടാ. ഒറാങ്കുട്ടൻ നോക്കട്ടെ. അതിന്റെ മുകളിൽ ഇരുന്നിട്ട് പോവാൻ തോന്നുന്നു, തോണിയിൽ പോകുന്ന പോലെ. വലുതാട്ടോ. എന്തോ കിട്ടി, ഒരു കൊള്ളി കഷ്ണം കിട്ടീനി. ഇതെന്നാ എന്നാണ് തിന്നുന്ന്? കൊള്ളിയാ? എടാ, വലിയ കൊള്ളി കൊത്തി തിന്നാടാ. വേറെ മത്സ്യൊന്നും കിട്ടാതിരിക്കും കേട്ടാ. ഇവിടെ ആ ഫോണ് വന്നിട്ട് കൊള്ളി അയച്ച് കൊത്തി കൊണ്ടുപോ നോക്കണം. അങ്ങോട്ടൊക്കെ കൊറേ എണ്ണം കൂട്ടായിട്ട്. ആ, ഇത് ഭയങ്കര ഒരു രസം. എന്താ പറയാ, കാട്ടിന് നടുക്കായോണ്ടില്ലേ നല്ലൊരു തണുപ്പല്ലായിട്ട്. വരാൻ നോക്കുന്ന അമ്മയടുത്ത് വരുവതിന് ആടക്ക് കൊച്ച അച്ചെടുക്കട്ടെ. മണി തന്നെയാണല്ലേ. ഇനി എന്തെല്ലോ കാണാനുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് അങ്ങനെ പോവാലോ. നമ്മളെ ഐസ് എഡ്ജ് ഇല്ലേ, ഐസ് എഡ്ജ് സിനിമയില്ലേ, അതിന്റെ അകത്ത് വന്നിട്ടില്ല ആ സാധനം. ഇത് അതിന്റെ പേര് എനിക്കറിയില്ല കേട്ടാ. എണീച്ച് നിക്കുന്നുണ്ട്, പായുന്നുണ്ട്. എലിയല്ല തമ്മേ, എലിയല്ലമ്മേ, പെരിച്ചൈ മറ്റേ വലുത്. ഇത് ഭയങ്കര സൂത്രശാലിയായിട്ടുള്ള സാധനമായിട്ടാണ് സിനിമയിലുള്ളത്. മുങ്കൂസി പോലത്തെ സാധനം. ആ, മങ്കൂസി. മങ്കൂസി അല്ല, മുങ്കൂസി. ആ, നമ്മളെ കീരിനെയാണ് കേട്ടാ കർണാടകത്തില് മുങ്കൂസി പറയുന്നത്. എത്ര നല്ല പേരാണ് കീരി. അതിനെ കൊണ്ട് പേര് മുങ്കൂശി. മുങ്കൂസി. കറക്റ്റ് ഇങ്ങനെ വിളിക്കേണ്ടി വരും കേട്ടാ. പോന്നോ. അപ്പൊ നമ്മള് മുങ്കൂസിന്റെ കളിയെല്ലാം കണ്ടു. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എന്തെല്ലോ ഉണ്ട് കേട്ടാ കാണാന്. നമുക്ക് ഇനി ആനേന്റെ ഷോ എല്ലാം ഉണ്ടെന്ന് പറയുന്നത് കേട്ടിന്. അതെല്ലാം നമുക്ക് ഇന്ന് കാണാൻ പറ്റുമല്ലോ കേട്ടാ. നമ്മള് എപ്പോ നമ്മളെന്ന പരിപാടി വെച്ചല്ലേ, നമ്മളിങ്ങനെ അമ്മേന്റെ കാര്യങ്ങളും അങ്ങനെ കുട്ടിയുണ്ട്, ഇതെല്ലാം നോക്കി നോക്കിട്ട് നമ്മൾ പോകുന്നുള്ളൂ. കുറേ നടക്കുന്നത് നമുക്ക് നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ മത്സരിക്കുന്നില്ല. അമ്മേനെയും കൂടി നമ്മള് ഏടി വിത്താണ്ട് കൊണ്ടുപോകാനാണ് മാക്സിമം നോക്കുന്നത്. അത് അമ്മേന്റെ കൂടെ ബിജുവാട്ടനും വാവേനെയും അടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മള് മൂന്നാള് ചെറുത്തേട്ടനും നമ്മള് മൂന്നാള് ഒന്ന് അങ്ങോട്ടെല്ലാം ചെറുങ്ങനെ പോയിട്ട് വരാച്ചിട്ട് വേഗം പോയിട്ട് വരാച്ചിട്ട് കഴിഞ്ഞു. ജിറാഫ് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ കുറേ ജിറാഫ് ഉണ്ട്. ഇതിനൊക്കെ നാവ് മൂക്കിൽ മുട്ടിക്കുന്നുണ്ട്. എത്തി നോക്കുന്നുണ്ട്. ഇബ്രും ജിറാഫ് ചങ്ങായിമാരാണ്. അതുകൊണ്ട് രണ്ടാളും ഇരുന്നിട്ട് വിഷയം പറയുന്നു. ഫുഡ് ടിക്കറ്റ് കൊടുത്താൽ അവര് ജിറാഫയ്ക്ക് കൊടുക്കാനുള്ള ഫുഡ് തന്നിട്ടുണ്ട്. ക്യാരറ്റും പഴം. നമുക്ക് ആദ്യം കൊള്ളിനെ കൊണ്ട് കൊടുക്കാം. കൈനെ കൊണ്ട് കൊടുക്കാൻ അത്ര ധൈര്യം പോരാ അല്ലേ? ഒന്ന് കുത്തി കൊടുത്താട്ടെ. നല്ല ദൂരോട്ട് നിന്നിട്ട് കൊടുക്ക്. ഓ, ഇഷ്ടപ്പെട്ടിട്ടാ നിന്റെ ഫുഡ് ഇഷ്ടപ്പെട്ടിന്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? അപ്പൊ നമ്മളിതാ ഫുഡ് എടുത്തിട്ട് ബാക്കി അങ്ങോട്ട് ജിറാഫെ കുറേ ഉണ്ട്. അപ്പൊ അവർക്ക് തിന്നാൻ കൊടുക്കാമല്ലോ.
ഫീവർ ഇങ്ങോട്ട് വരുമോന്ന് അറിയില്ല. അതിസാഹസികമായ അമ്മ കൊടുത്തോ. ഇനി ഗ്രീൻ മങ്കി എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമ്മള് ഇവിടെ എത്തി. നമ്മൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ ആക്കിയിട്ട് അമ്മയ്ക്ക് നടക്കാൻ കഴിയാത്ത ഞങ്ങൾ ഇടുന്ന കൊടുത്ത് ഞങ്ങളുടെ ഒറ്റക്കാക്കി പോയി ഞാൻ പാല് കൊടുക്കാം. എത്തിക്ക് എങ്ങനെ ഉണ്ടാ? അടിപൊളി. ഞാൻ ഒന്നും കൂടി ഇരിക്കാം. വാ, എന്റെ ബാത്റൂം സൗകര്യം നോക്കറാ. എന്താ പഴയ മരത്തിന്റെ ബാത്റൂം ഇത്. എന്റെ മോനെ, ഓ ഉള്ളിൽ നല്ല വിശാലമായ സൗകര്യം കേട്ടാ. ഭയങ്കര നീറ്റായിട്ടുണ്ട്. ബാത്റൂം ഒന്നും പറയില്ല.ดังชิบหายเลยทีนี้เดินยิ้มพี่น้องคิวเร็วพี่น้องคิวมาน่ารักพี่น้องคิวกติกามันก็แปลกที่นวมเบอร์เลอร์แก้ไงได้อะเดินยิ้มคิดคิดโดดจุ๊บ แล้ว คิสโอเคคิสคิสจุ๊บดีๆเดินยิ้มสบายเลยครับเดินโนเอวโนยิ้มน่ารักเดินไม่ครับฮัลโหลไม่ครับ ഷെയ്ക്കാൻ സ്റ്റാൻഡ്ยิ้มคิส കൈ കൊടുത്തു കൈ കൊടുത്തു.โนเช็ค ആเดินโอเค thank you ഓക്കെ സൂപ്പർ.บ๊ายบายกันบ๊ายบาย ഓക്കെ ബൈ ബൈ. ഒറാങ്കുട്ടെന്ന് പറയട്ടെ. അവിടെ കണ്ട ആ സാധനത്തിൻ്റെ അടുത്ത് ഋത്തിക്കിന എൻ്റെ പോയിട്ട് വീഡിയോ എടുത്ത് അത് ഷോർട്സ് പോലെ നമ്മൾ എടുത്തിന്. പക്ഷേ നമ്മൾ സൈഡിൽ എന്തായാലും കൊടുക്കാതെ. നല്ല രസമുണ്ട് കേട്ടോ പരിപാടി. ആ ഇത് മുതല. ഇപ്പാണ് മുതലായത്. ഈ മുതല പേടിച്ച് ഓടി രക്ഷപ്പെടില്ല. നമ്മളെ നാട്ടിലെ മുതല നമുക്ക് പേടിയല്ലേ. ഈടില്ലവർ ഈനെ കറിവെക്കുന്നോണ്ട് ഈന് പേടി നമ്മളെയാ. സത്യോ അല്ലേ? ഇയാൾക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഉറങ്ങി ഞാൻ കാണുന്നില്ല. ഇത് നമ്മളിവിടെ റെസ്റ്റോറൻ്റ് ആണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ടേബിൾ ഇവർ ഇവിടെ അലോട്ട് ചെയ്യും. നമ്മൾ എത്ര പേരുണ്ടോ അതിനനുസരിച്ചുള്ള ടേബിൾ അലോട്ട് ചെയ്യും. ഇവിടെ നമ്മൾ ടേബിൾ നമ്പർ 43 ആണ് നമുക്ക് തന്നേക്കുന്നത്. അവിടെ പോയിരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ സാധാരണ എന്ന് പറയുന്ന ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ബൊഫേ ആണ്. എത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാലും ഇവിടെ എത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാലും ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റും. എത്ര ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാലും അവർക്ക് ഇവിടെ കവർ ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ടേബിൾ നമ്പർ 43 ആണ്. 43 ഏത് ഭാഗത്താടോ? നിങ്ങളെല്ലാരും കൂടിയിട്ട് ആ ഭാഗത്തേക്ക് പോവാം. ഞാൻ ഈ ഭാഗത്തേക്ക് പോവാം. ഓക്കെ? പിന്നെ നിന്നെ പരിധി നമ്മളവിടെ പോവും. ഞാൻ ഇതിലോട്ട് ചുറ്റി ഈ അടുക്ക് പോലെ. അപ്പം നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചു. ഇവിടെന്ന് പറഞ്ഞാൽ നോക്കി ആള് പറഞ്ഞു കഴിയുമ്പോൾ ആള് നിറഞ്ഞു കേട്ടതാ. ഫുള്ളായിട്ട് ആള് നിറഞ്ഞു. ഭക്ഷണം ആഡ് ചെയ്യാൻ കേട്ടാ. വെജിറ്റേറിയനും ഉണ്ട്, അതുപോലെ തന്നെ നോൺ വെജ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ അങ്ങനത്തോളം ഉണ്ട്. അപ്പം നല്ല തിരക്കായി കേട്ടാ. ക്യൂ ആയി മാറി. നമ്മൾ വരുമ്പോൾ ഇവിടെ ആരും ഉണ്ടായിട്ടില്ല. ഭാവി ഇപ്പോൾ ഇടുന്ന കളി വന്നില്ല കേട്ടോ ഭാവിക്ക്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വന്ന് കുറച്ച് സമയം ഇവിടെ നിന്ന് റെസ്റ്റെല്ലാം എടുത്ത്. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് പറഞ്ഞാൽ ഡോൾഫിൻ ഷോ. അപ്പോൾ ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടി പോകാം നമുക്ക്. അപ്പോൾ വീഡിയോയുടെ ഇടയിൽ പറയാൻ വിട്ടുപോയി. ഇത് നമ്മളെ ശരത് ബ്രോ കുറേ വട്ടം നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ വീഡിയോയിൽ ഇത് വീഡിയോ ആരെങ്കിലും പുതുതായി കാണുന്ന നിങ്ങൾക്ക് പറയുമെന്ന്. സാരഥി ഹോളിഡേയ്സിൻ്റെ സാരഥിയാണ് ശരത് ബ്രോ. അപ്പോൾ ആരെങ്കിലും യാത്രകൾ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പട്ടായ, തലപ്പുറം, തായ്ലാൻഡിലായാലും എവിടെയായാലും യാത്രകൾ ഉണ്ടെങ്കിൽ ശരത് ബ്രോയുമായിട്ട് ബന്ധപ്പെട്ടാൽ അടിപൊളിയായിട്ടുള്ള യാത്രകളായിരിക്കും. പാക്കേജ് തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കാം. അതുപോലെ തന്നെ ടിക്കറ്റുകൾ മാത്രമല്ല, കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാന്ന് വെച്ചാൽ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. റേറ്റ് കൂടുതലാവുകയും ചെയ്യും. അതുകൂടാതെ തന്നെ നമ്മൾ തായ് ബാത്തിൽ പേ ചെയ്യേണ്ടിയും വരും. നമുക്കാണെങ്കിൽ അവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ മണിയിൽ തന്നെ പേ ചെയ്യാം. എന്ത് ഷോസിൻ്റെ ടിക്കറ്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ
ട്രാൻസ്ഫറുകൾ എയർപോർട്ടിൽ നിന്ന് എയർപോർട്ടിലോട്ട് പോകുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു തരും. പാക്കേജ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണോ ആവശ്യം അത് മാത്രമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും യാത്രയായിട്ട് ബന്ധപ്പെട്ട് എവിടെയാണെങ്കിലും കേട്ടോ, എവിടെയാണെങ്കിലും ശത്രുവിൻ്റെ നമ്പറും കാര്യങ്ങളും ഞങ്ങൾ ഇന്ന് കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. കോൺടാക്ട് ചെയ്തോ, അടിപൊളിയായിരിക്കും. ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോകുന്നത് ഈ സ്റ്റേഡിയത്തിലെ തീരെയുള്ള സഫാരി വേൾഡ് എല്ലാവരും ഉണ്ട്. ഇവർ രണ്ടാളുകൾ എന്തെല്ലോ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഡോൾഫിൻ ഷോ? അടിപൊളിയാണ്. രസമല്ലേ? അമ്മ എങ്ങനെയുണ്ട് അമ്മ പരിപാടി? ഓട് ചോദിക്കണം, നിങ്ങൾ നമ്മളെ കൂട്ടിക്കൊണ്ട് തരും. നമ്മളിപ്പോൾ പോകുന്നത് സഫാരി പാർക്കിനുള്ളിലൂടെയാണ്. ഇവിടെ മൃഗങ്ങൾ ഓപ്പൺ ആയിട്ട് ഇട്ടേക്കുന്നത്. പക്ഷികളുണ്ട്, കടുവയുണ്ട്, കരടിയുണ്ട്, അങ്ങനെ ഒരുപാട് ജീവികളുണ്ട്. നമ്മൾ അതിന്റെ ഉള്ളിൽ പോയി കണ്ടു. പുറത്തോട്ട് വണ്ടി പോകുമ്പോൾ വേറി അല്ലേ? അവരെ ഓപ്പൺ ആക്കി ഇട്ടേക്കുക. ഓ ശരത്താട്ടെ മരിയമ്പുലി. ഇതാ ഇത് അമ്മ ഇത് കണ്ടിട്ട് മരിയമ്പുലിയാന്ന് തോന്നുന്നു. വണ്ടിയാ അത്. കുളിക്കാത്ത നടന്നു നോക്കാ. അതിനെന്ത് വൃത്തിയാന്ന് പറയാ. കാല് മാത്രമേ കുത്തുന്നുള്ളൂ, അതിന് ഒരു സ്ഥലവും വെള്ളത്തിൽ കുത്തുന്നില്ല. നിങ്ങള് കഴുത കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ? അതാ കണ്ണാടി ചോദിക്കോ? അല്ല, ബാക്കിൽ എന്ത് രസമാണ് കാണേ. അത് പാലമ്മേ. കവി ഇതൊക്കെ ഇതൊക്കെയാ ഈ റോഡിന് വരിയിടാത്തോണ്ട് ഇത് റോഡിൽ നടക്കുന്ന സീബ്ര. കാണ്ടാമൃഗം ഒടിഞ്ഞു പോയി. അതിന്റെ മൂക്ക് ഒടിഞ്ഞു പോയി. എടാ കാണ്ടാമൃഗം കേട്ടാ. അത് ഇടിച്ചെന്നുണ്ടല്ലോ. സവാരി ഗിരിഗിരി മോനെ. സിംഹം വഴി തന്നെ കിടന്നിട്ടുണ്ട് കേട്ടാ. പോകുന്ന വഴിക്ക് പോട്ടെ ചേട്ടാ. ഗോക്കോ രാജാവ് ഇതാ രാജാവ് ശരിക്കും. എക്സർസൈസ് ചെയ്യോ? പുലി നോക്കി. എന്റെ മോനെ ഇതെത്തന്നാടാ. എല്ലാം ഉറങ്ങുമെന്ന് കേട്ടാ. ഫുഡ് കിട്ടായിട്ടാണെന്ന് അറിയില്ല. അതാ നടക്കുമെന്ന് ഏറ്റവും മൂഷിക്കനാ. ഇത് സൈസ് അല്ലേ? കൈ നോക്ക്, കൈയുടെയൊക്കെ സൈസ്. എന്റെ മോനെ ചീത്തപ്പുലി ഒന്നല്ല, അത് നല്ല പുലിയാ. ചീത്തപ്പുലിയല്ല. ഇതിന് ഫുഡ് കൊടുക്കടാ. ഇവിടെ അടുത്തല്ലേ? ഒന്ന് ചെറുതായിട്ട് കൊടുത്തിട്ട് അമ്മ തുറന്നിറങ്ങാം. ചേച്ചി അമ്മക്ക് ഫുഡ് കൊടുത്തിട്ട് വരാട്ടാ. അമ്മക്കല്ല പുലിക്കാരെ ഫുഡ് കൊടുക്കുന്നില്ല. എന്നാ ഒന്നിടെ കിടന്നിട്ടുണ്ട് കേട്ടാ. എന്റെ പൊന്നെ ഏറ്റവും ഡേഞ്ചറായിട്ട് തോന്നുന്ന രണ്ടെണ്ണം പുലിയും സിംഹവും. എന്താ അത് നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇനി നല്ല വിശപ്പുണ്ടാണ്. നല്ല വിശപ്പുണ്ട്. എന്നാ ചെയ്യേണ്ടിയിരിക്കും. എന്താ ഇപ്പൊ ആരെ കിട്ടിയാലും അത് പോട്ട്. അങ്ങനെ അത്രക്ക് വിശപ്പുണ്ടേ. എന്നെ മുഖം കണ്ടാറിയതാ. നാവിലോട്ട് നക്കുന്നുണ്ടാ. വെള്ളത്തിൽ പോയി മുങ്ങി കിടക്കുന്നു. എന്റെ മോനെ ഇതൊന്നും സംഭവം. ഹിപ്പോപ്പൊട്ടാമസ്. എന്റെ മോനെ ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഹിപ്പോപ്പൊട്ടാമസ് മുഖം കണ്ടായിട്ടങ്ങളെ തലമാതം വെള്ളത്തിലോട്ടിട്ട് വരുന്നുണ്ട് കേട്ടാ. കരടിയാണോ? കരടി കിടന്നിട്ടുള്ളൂ ചളിയിൽ. പറ്റിയ കരടിക്ക് അതാണ് ഒരു കരടി. വലിയ കരടിയാടാ ചേട്ടാ. ആ കരടി ഒന്നും കാണിച്ചു കേട്ടോ. ഇതാട്ടാ കരടി. അല്ല ഇവിടെ ഒന്നിനും കാണുന്നുണ്ട്. ഇതാടാ രണ്ടെണ്ണം രണ്ട് കരടി. വന്ന് 4-ാം മാസം കണ്ടതാണ്. ഇപ്പൊ നമ്മൾ കണ്ട തായ്ലാൻഡിലെ വീഡിയോയില്. ഇപ്പൊ 1.5 വയസ്സാകാനായി. നമുക്ക്
അന്നേരം നല്ല ഉണ്ടച്ചനെ പോലെ നല്ല തടിച്ചിട്ടുണ്ടേ, ഇപ്പം മെലിഞ്ഞാണ്. ഇപ്പം നടക്കാനും അവര് സ്വന്തമായിട്ട് പണിയെടുക്കാൻ തുടങ്ങിയില്ലേ. പറ്റാ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളില്ല നടക്കുമ്പോ ഇവനപ്പുറത്തേക്കൂടി പോകും അല്ലേ ഇത്. ഓനൊന്നും എന്നെ നോക്കുന്നവരാ. ഓൻ വന്നിട്ടൊരു വലിയ പണിയെടുത്തു കൊടയാക്കി വെച്ചൊക്കെ ഒരു കൊട നോക്കറാ. ഞാൻ കലമ്പിന് പറ്റൂലെന്ന് പറഞ്ഞ അപ്പോഴോ ഒരു അന്നാക്കന്നെ നോക്കുന്നത്. കാക്ക 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 ചക്ക മാങ്ങ ചക്ക മാങ്ങ മാങ്ങ എന്തോ ആണെന്ന് മനസ്സിലായി. സംഭവം എന്റെ മോനെ കളിയാക്കാൻ. ഞാനിപ്പോ ആ വീഡിയോനകത്തില്ലേ, വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവൻ നോക്കലാന്നേ, എന്നിട്ട് കൈമേൽ ഇങ്ങനെ കൊച്ചിതായിട്ട് ഇങ്ങനെ. അന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ പണ്ടേ 1 വർഷം മുമ്പുള്ള വീഡിയോ അല്ലേ. അപ്പൊ നമ്മള് അതെ കഴിഞ്ഞ മെയിലാണ് നമ്മൾ പോയത്. അപ്പൊ ആ സമയത്ത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ഉള്ളിലുള്ള കുറേ ഉണ്ട്. പിന്നെ നമ്മളത് ബോറടിപ്പിക്കുന്നത് വേണ്ട വെച്ചിട്ട് കുറേ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവൻ ഓടുമ്പോ 10 കൊതുക് ഉണ്ടാവും ബാക്കിൽ തന്നെ ഓടുന്നത്. ആ കൊതുകിനെ കൂട്ടിട്ട് വരുന്നത് ഋത്തിക്കാണ്. ഞാൻ സിനിമ ആണല്ലേ. ഇന്നത്തെ ഫുഡെല്ലാം അനുവ എന്നിട്ട് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ചോറും കറിയും ചായയും കടിയെല്ലാം ഇന്ന് അനുവാക്കിന്. ചേച്ചിക്ക് ഒരു കുഴപ്പം കാണുന്നില്ല, അടുക്കളയിൽ കയറിയിട്ടേ ഇല്ല. അപ്പൊ ഇനി മഴക്കാലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പലതരം പനികൾ, കൊതുക് കടിച്ചിട്ടുള്ള പനികളെല്ലാം വരും. അപ്പോൾ അതുകൊണ്ട് എവിടെയെല്ലാം വെള്ളം കെട്ടി നിൽക്കുന്ന അതെല്ലാം നമ്മൾ മറിച്ചിട്ട് കമത്തി വെക്കുക. അപ്പം നമ്മൾ ഒരു സ്ഥലം വരെ പോക്കാന്ന്. എവിടെയോ പോകുന്ന വെച്ചാൽ നമ്മൾ ഇവിടെ തൊട്ടടുത്ത ഒരു കാട്ടിൽ കൈതച്ചക്ക ഉണ്ട് കണ്ടിന്. ഇന്നിടക്ക് കണ്ടിനെ, അതിപ്പോൾ ഉണ്ടായില്ല, കാക്ക കൊണ്ടുപോയിനാ ഒന്നും അറിയില്ല. തങ്ക സ്ലിപ്പാവും, കളിയാക്കണ്ട. അത് കർണാടകയിലാക്കലുണ്ടാവും. അപ്പോൾ അത് ഉണ്ടായില്ല നോക്കാൻ വേണ്ടി ഞാനും അതിനോട്ട് കീച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ വേഷം കണ്ടതാ. ഞാൻ മഴക്കോറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ അമ്മ പഴം പക്ഷെ ഭയങ്കര കൊതുകാന്ന് ഇപ്പോൾ മഴയെല്ലാം പെയ്തിട്ട്. അപ്പോൾ അങ്ങേക്ക് പോക്കാന്ന്. നല്ല രസമല്ലേ കോട്ടെല്ലാം ഇട്ടിട്ട്. ഇന്നലെ ഞാനും അനുട്ടി ഒരു കോട്ട് ഇട്ടിട്ട് മഴയത്ത് എല്ലാം ഒരു ഷോർട്സ് എടുത്തിനല്ലേ. അതെ. അപ്പോൾ ഇതാ അപ്പോൾ മേലെ കയറണം കേട്ടോ. ഞാൻ അപ്പുറം കാണിക്കാം. കപ്പക്കൊതിയുണ്ടോ? അടിപൊളി. കൊത്തട്ടെ. ഇത് ഇവിടെ തന്നെ നമ്മൾ ഇട്ടാല് അടുത്ത കൊല്ലം വരുമ്പോക്ക് പേര് തെയ്യായിട്ടുണ്ടാവും. ഇതാ സാധനം കിട്ടിക്കൊണ്ട് പോക്കാണ്. കരിവേപ്പിലന്റെ തൈ പറിച്ചിട്ടുണ്ട്, ചക്ക 2 പറിച്ചിട്ടുണ്ട്. എങ്ങനെയല്ലോ ആണ് എടുക്കുന്നത്, കൈമില്ലാതുകൊണ്ടാണ്. അതന്നെ. അപ്പൊ കാട്ടിന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം ഇത് വരിയായിരിക്കാനെ വെച്ചിട്ടുണ്ട്. ചക്ക ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് ഉള്ളിൽ എന്തായെന്ന് അറിയില്ല. ഉള്ളില് പഴുത്തിട്ടുണ്ടാവും, നല്ല മണമുണ്ട്. പുറത്ത് 2 ചക്ക പറിച്ച്, ഇത് ആദ്യം പറിച്ചു, ഇത് 2ാമത് പറിച്ചു. ഈശ്വര, അമ്മേ ചക്ക പോത്തിന് ഓടി വാ. അല്ലപ്പാ ചക്കനാടാക്കിട്ട് വന്നിനി. ആന്ന് ചക്കയുണ്ട് പോലും ഉക്കത്ത് കുട്ടീൻ്റെ പോലും. ചക്ക പോകുമ്പോ കുട്ടീനെയും ചാടിയിട്ട് ചക്കയും എടുത്തിട്ട് പോയി പോലും. രാവിലെ കൊതിക്കുന്ന വരിക്ക ചക്കക്കാന്റെ കുഞ്ഞുമോൻ പഞ്ചക്ക രാവിലെ കിട്ടി. ഇന്ന് നല്ല വരിക്ക ചക്ക. അതാണ് എന്റെ മക്കൾക്ക് 3 ഉള്ളൊരു പ്രശ്നം. കിട്ടിയപാട് വേഗം ഒന്ന് കടിച്ചൂടാ. അപ്പളൊക്കെ ഇതെല്ലാം ഒന്ന് ഊരി വെക്കണം. ചേച്ചി ശ്രീമായിച്ച് വന്നിട്ടുണ്ട്. സ്കൂളിൽ പറഞ്ഞിട്ട് വിശേഷം? ബാഗെല്ലാം കിട്ടിയോ? ബാഗ് എടുക്കാൻ വേണ്ടി വന്നേട്ടെ ഇന്ന്. അന്ന് കാണിച്ച ബാഗില്ലേ, ഇന്ന് കാത്തിക്കല്ലേ. സമാധാനേ ഇല്ലേനും ദിവസവും ബാഗ് എടുക്കാൻ പോകാൻ വേണ്ടിട്ട്. ചേച്ചി വരുമ്പോ റസ്ക് മേടിച്ചു. അപ്പൊ അതിന് പാല് വേണ്ട, ചായ വെക്കണ്ടേ. ചായ ഇല്ലാണ്ട് വെറുതെ റസ്ക് കഴിയില്ല. അതുകൊണ്ട് പാല് റൊട്ടി മേടിച്ചു. അപ്പൊ പിന്നെ പശുവും പാല് രാവിലെ വരുവേ, അത് മേടിക്കാൻ പോവൂല. പാക്കറ്റ് പാല് മേടിച്ച് കുടിക്കുന്നുണ്ട്. ഞാൻ പോകും രാവിലെ പാലിന്. തരാൻ പറയോ? അന്നേരം വരൂല. എല്ലാവരും എത്തി. ഞാൻ വീഡിയോ വെച്ച് വൈൻഡപ്പാക്കുമെന്ന് എനിക്ക് എത്തേണ്ടതാണ്. അപ്പോൾ ബായ് എല്ലാവരും. പുതിയ വിശേഷം നാളെ വരാം. ഇന്ന് സൺഡേ ആണ്. ഇങ്ങനെ കലകൽപ്പായി. അതുപോലെ തന്നെ കുറച്ച് തായ്ലാൻഡിലെ വിശേഷങ്ങളെല്ലാം കാണിച്ച്. കവിതന്റെ സൺഡേ ഫണ്ടേ ആയിരുന്നു. ബായ്.